നമസ്കാരം മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കേരളത്തിൽ വരാൻ പോകുന്ന പുതിയ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. കേരളത്തിൻ്റെ ഗതാഗത മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി മേന്മയുള്ള സ്മാർട്ട് ലൈസൻസ് കാർഡുകൾ എന്ന കേരളീയരുടെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ലൈസൻസ് കാർഡ് ആക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ച സംസ്ഥാനമാണ് കേരളം. 2001 മുതൽ തന്നെ സ്മാർട്ട് കാർഡിനായുള്ള ശ്രമം കേരളം തുടങ്ങിയിരുന്നു. എന്നാൽ നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാവുന്നത്. ഇനി വരാൻ പോകുന്നത് പുതിയ സ്മാർട്ട് ലൈസൻസുകളാണ്. 7 സുരക്ഷാ ക്രമീകരണങ്ങളുള്ള പുതിയ സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വന്തമാക്കാൻ വെറും 200 രൂപ മാത്രം പേ ചെയ്താൽ മതിയാകും. പുറമെ തപാൽ ഫീസും. വരുന്ന 1 വർഷത്തിനുള്ളിൽ എല്ലാവരും പുതിയ ലൈസൻസ് എടുക്കേണ്ടി വരും. പരിവാഹൻ വെബ്സൈറ്റിലൂടെ എല്ലാവർക്കും പുതിയ സ്മാർട്ട് ലൈസൻസിന് അപേക്ഷിക്കാവുന്നതാണ്. മുമ്പ് പറഞ്ഞതുപോലെ 7 സുരക്ഷാ ഫീച്ചറുകളോടെയാണ് പുതിയ ലൈസൻസുകൾ നിലവിൽ വരുന്നത്. ATM കാർഡ് പോലെ പേഴ്സിൽ സൂക്ഷിക്കാൻ പാകത്തിലുള്ളതാണ് പുതിയ PET-G കാർഡുകൾ. ഒപ്റ്റിക്കൽ വേരിയബിൾ ഇങ്കിനാലുള്ള മെച്ചപ്പെട്ട അച്ചടി സംവിധാനങ്ങൾ, പ്രത്യേക സീരിയൽ നമ്പർ, അൾട്രാവയലറ്റ് ലൈൻ തെളിയുന്ന പാറ്റേൺ, ഗില്ലോച്ച ഡിസൈൻ, മൈക്രോ അക്ഷരങ്ങളിലെ ബോർഡർ ലൈൻ, ഹോട്ട് സ്റ്റംപ്ഡ് ഹോളോഗ്രാം, QR കോഡ് എന്നിവയാണ് ഇവ. വരുന്ന 1 വർഷത്തിനുള്ളിൽ പുതിയ ലൈസൻസിനായി അപേക്ഷിക്കാത്തവർ അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനുള്ള 1200 രൂപയും അതിനു പുറമെ പോസ്റ്റൽ ചാർജും കൂടി നൽകേണ്ടി വരും. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് പുതിയ ലൈസൻസുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലൈസൻസ് സ്മാർട്ട് ആക്കുന്നത് പോലെ തന്നെ സമീപഭാവിയിൽ വണ്ടിയുടെ RC ബുക്കും കൂടി കാർഡ് രൂപത്തിലേക്ക് മാറ്റാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. താങ്ക്